ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കുടുംബങ്ങളിലും മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചില പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത്, അതായത് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തൊഴിൽ രംഗത്ത് ഉയർച്ചയും മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. അന്യദേശത്ത് തൊഴിൽ യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അന്യദേശത്തൊരു വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. നിങ്ങളുടെ പിതാവുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിതാവിൻ്റെ നില അത്ര ഗുണകരമല്ല. അവരുമായിട്ട് സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിണങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജൂലൈ മാസത്തിലൊക്കെ ശത്രുദോഷമൊക്കെ നന്നായിട്ട് കുറയുന്ന സമയമാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ തൊഴിൽ സ്ഥാപനം മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം. ഭൂമി വാങ്ങാനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നുപെടുന്നതാണ് ഈ മാസങ്ങളിൽ. കുടുംബത്തിൽ സമാധാനം നിലനിർത്താനായിട്ട് വിട്ടുവീഴ്ചക്കൊക്കെ നിങ്ങൾ തയ്യാറാവും. സാധാരണ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു അസാധാരണ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇതുവരെ ചെയ്തതിനൊഴിച്ച് മറ്റു എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, ചെറിയ ചില വളഞ്ഞ വഴികളിലൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട രീതിയിലൂടെ നിങ്ങൾ കുറച്ച് പണം സമ്പാദിക്കുന്ന സമയമാണ്. പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പദ്ധതികളൊക്കെ തുടങ്ങി വയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളെടുത്ത് പറയേണ്ട യാത്രയിലൊക്കെ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. വീട്ടിലാണെങ്കിലും ആഭരണങ്ങളൊക്കെ കൈവശം വച്ചിരിക്കുന്നത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണതകൾ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ ചിരകാലമായിട്ടും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ ഒരുവിധം നിറവേറുന്ന സമയമാണ്. തൊഴിൽ മേഖലയിൽ മെച്ചപ്പെട്ട വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗമൊക്കെ ഗുണകരമാണ്. നിങ്ങൾ ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അതുപോലെ നല്ല കാര്യങ്ങൾ എത്ര ചെയ്താലും നിങ്ങൾക്ക് അവഗണന ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ മുൻകോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ദീർഘനാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പല തെറ്റിദ്ധാരണകളും മാറിക്കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സന്താനഭാവം അത്ര ഗുണകരമല്ല. സന്താനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത വേണ്ട ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഇച്ഛാശക്തിയൊക്കെ കൂടിക്കിട്ടുന്ന സമയമാണ്. ശത്രുഭയം നിങ്ങളെ മനസ്സിനെ പിടികൂടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ. നിങ്ങൾക്ക് വരവിനേക്കാളധികം ചിലവ് ഉണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. അതിൽ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ചിലവ് കൂടിയിരിക്കും. നിങ്ങൾ പണം ദൂർത്ത് ഉണ്ടാകുന്നതാണ്. സൂര്യ ശുക്ര പരിപ്രവർത്തനം മൂലം കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ട്. ഇത്രയൊക്കെയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ജൂലൈ ആഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതൊഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് നിങ്ങൾ വിഘ്നേശ്വര പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശിക്കുക. വിഘ്നേശ്വര പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രീതി അല്ലെങ്കിൽ അനുഗ്രഹത്തിന് പാത്രമായാൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ മാസങ്ങളിലെ വീഡിയോയൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.